എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ഉത്തമച്ചേട്ടൻ്റെ കക്കിരിപ്പാടത്തേക്കാണ്. കക്കിരിപ്പാടത്തെ വിശേഷങ്ങളും അതേപോലെ തന്നെ കക്കിരിയുടെ ഉൽപ്പന്നങ്ങൾ. കക്കിരി എന്ന് പറഞ്ഞാൽ പൊട്ടുവെള്ളരി കൊണ്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പോലെ നമ്മൾ ഓക്കേ. അപ്പൊ നമ്മള് ഇന്ന് നമ്മുടെ കക്കിരിപ്പാടത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കക്കിരിപ്പാടത്തെ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ നമ്മള് കക്കിരിയുടെ ഇവിടുത്തെ കർഷകനായിട്ടുള്ള ശ്രീ ഉത്തമച്ചേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ നേരത്തെ പറഞ്ഞ തമ്മിലെല്ലാം പറഞ്ഞ പോലെ ഉത്തമച്ചേട്ടൻ്റെ പാടത്തേക്കാണ് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉത്തമച്ചേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ഈ കക്കിരിയുടെ വിശേഷങ്ങൾ അതേപോലെ തന്നെ കക്കിരിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ നമുക്കൊന്ന് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. നമ്മൾ എല്ലാവരും പൊട്ടുവെള്ളരി എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഗ്രാമത്തിൽ പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ മേഖലയിൽ ഉണ്ടാകുന്ന ഒരു പ്രധാന എന്താ പറയുക, ഒരു ഔഷധ ഗുണമുള്ള നാടൻ കക്കിരിയാണിത്. കക്കിരി ഉണ്ടാക്കുന്ന സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു 40 ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന, ഒരു 40-45 ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന ഒരു സാധനമാണിത് കക്കിരി എന്ന് പറയുന്നത്. ഒരു 75-80 ദിവസം കൊണ്ട് ഇതെല്ലാം പൂർണ്ണമാവും. പഴത്തെ എല്ലാം അതും തീരും. നമ്മളിത് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് നിലം ഒരുക്കുക. നിലം ട്രാക്ടറൊക്കെ ഉഴുത് അത് കഴിഞ്ഞ ശേഷം നമ്മൾ തടം വെട്ടി, തടം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പഴയ രീതിയിൽ തന്നെ കൈക്കോട്ട് കൊണ്ട് വെട്ടി വൃത്തിയാക്കി കുമ്മായിട്ട് അതിന് ശേഷം ചാണാനും കപ്പലണ്ടി പിണ്ണാക്കും ഇട്ടിട്ടാണ് നമ്മൾ സാധനം ഉണ്ടാക്കുക. പൂർണ്ണമായിട്ട് ജൈവവളത്തിൽ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന സാധനമാണത്. നല്ല ശരിക്കും പറഞ്ഞാൽ ഔഷധ ഗുണമുള്ള സാധനമാണ്. ശരിക്കും നമ്മൾ ഇത് ശരിക്കും ഇപ്പോൾ ഒരു 1.25 ഏക്കർ നിലമാണ് ഇതുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു 3-3.5 ടൺ കക്കിരിങ്ങ ഇവിടെ ഉണ്ടാവും നമുക്ക്. ഇത് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ പ്രത്യേകിച്ച് കേരളത്തിൽ ഈ പ്രധാനമായിട്ട് കൊടുങ്ങല്ലൂർ മേഖലയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തൊക്കെ കുത്തി തുടങ്ങിയിട്ടുണ്ട്. പലരും ആലപ്പുഴ ജില്ലയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുമാതിരി തൃശ്ശൂർ ജില്ലയിൽ വ്യാപകമായിട്ടായി തുടങ്ങിയപ്പോൾ. മുമ്പെന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ മാത്രം ഒതുങ്ങി നിന്നിരുന്നൊരു സാധനമാണിത്. നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു വിഭവം എന്ന് തന്നെ പറയാം. കാരണം വെച്ചാൽ ഈ നല്ല ചൂട് സമയത്ത് ഈ മീനച്ചൂട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ചൂടാണല്ലോ. ആ സമയത്ത് നല്ല രീതിയിൽ ചൂടിനെ നമ്മൾ പ്രതിരോധിക്കാൻ പറ്റിയൊരു സാധനമാണിത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഔഷധ ഗുണം എന്ന് വെച്ചാൽ ശരിക്കിത് നമ്മളിത് കലക്കി കുടിക്കുമ്പോൾ ശരിക്കും വ്യക്തമായിട്ട് അറിയാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഇതൊരു വീണ്ടുള്ള സാധനം നമ്മളൊരു പാത്രത്തിലിട്ടിട്ട് വെറുതെ പഞ്ചസാര ഇട്ടാൽ മതി. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും ഉരുകി, ഇളക്കൊന്നും വേണ്ട, അല്ലാണ്ട് തന്നെ ഉരുകി നല്ല ഇതിൽ വരും. അപ്പോൾ പ്രതിരോധിക്കാനുള്ളൊരു സാധനമാണ്. ഈ ഷുഗറിനെ പ്രതിരോധിക്കാനുള്ള സാധനം കൂടിയാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കക്കിരിയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് പാടത്തുനിന്ന് കയറി എല്ലാവരും. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ സ്റ്റൈലിലുള്ള ഒരു കക്കിരി ജ്യൂസാണ്. അപ്പോൾ അത് പ്രിപ്പറേഷൻ ചെയ്യുന്നത് നമ്മുടെ ഉത്തമചേട്ടൻ തന്നെയാണ്. അപ്പോൾ ഉത്തമചേട്ടൻ്റെ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയെന്ന് പറയും. ഉത്തമചേട്ടൻ്റെ ഇവിടെ തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ അന്ന് പാളയിൽ നിന്ന് നമ്മൾ എടുക്കണം. അത് പാളയിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളയണം. പാള വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ
പാളയിൽ വെക്കുന്നത് ഇത് പഴുത്ത് പാകാവുന്ന സമയത്ത് വിള്ളാൻ തുടങ്ങും. വിള്ളൽ വീഴാൻ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ അകത്തേക്ക് മണ്ണ് കയറാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അതിനെ പാള വെച്ച് നമ്മൾ സുരക്ഷിതമാക്കിയിട്ടാണ് വയ്ക്കാറ്. അങ്ങനെ പാളയോടുകൂടി നമ്മൾ പൊട്ടിച്ചെടുക്കാറാണ് പതിവ്. അതിൽ അങ്ങനെ പാളയോട് പൊട്ടിച്ചെടുക്കുമ്പോഴാണ് എന്നിട്ട് മണ്ണ് കയറാതെ നമുക്ക് കിട്ടുക. അതിനുശേഷം നമ്മൾ എടുത്തിപ്പോൾ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള ആ ചോറുകൾ ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള ചോറുണ്ട് അതിൻ്റെ ഉള്ളിൽ. ആ ചോറൊക്കെ പുറത്തേക്ക് എടുത്ത് കളഞ്ഞ് ഇതേപോലെ നല്ലോണം നമ്മൾ എല്ലാം മിക്സ് ചെയ്ത് പെട്ടെന്നാവും. സാധാരണ മിക്സിയിലിട്ട് അടിക്കണ അത്രയും സമയം വേണ്ട നമുക്ക്. വെറുതെ സ്പൂണിട്ട് കലക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ജ്യൂസായി. എനിക്ക് തോന്നുന്നത് ആപ്പിളിനെയും വെല്ലുന്ന സാധനമായിട്ട് മാറുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആപ്പിൾ ജ്യൂസിനേലും വെല്ലുന്നൊരു ജ്യൂസായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിച്ചു നോക്കിയാൽ അഭിപ്രായം പറയാലോ. ആഹാ, ഉഷാറായിട്ടുണ്ട്. അല്ലെങ്കിൽ അപ്പോൾ ഒരു തരി പോലും നമ്മളിതിനകത്ത് വെള്ളം ചേർക്കാറില്ല. പക്ഷേ ഇത് നമ്മൾ ഇളക്കി കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് മെൽട്ടായിട്ട് വരും. പഞ്ചസാരയും കൂടി ചേരുമ്പോൾ ഇത് മെൽട്ടായി വന്നിട്ട് വെള്ളം പോലെ ഒരു കുറുകിയ സ്റ്റൈലിൽ വരും. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. കൊടുങ്ങല്ലൂർ മാത്രം ആണ് ഇത്തരത്തിലുള്ള കക്കിരിയുള്ളത്. മറ്റിടത്തൊക്കെ പൊട്ടുവെള്ളരി എന്ന് പറയും. പക്ഷേ ഇങ്ങനെ അലിഞ്ഞ് ചേരില്ല. അത് നമ്മൾ ഈ പറഞ്ഞ കുക്കമ്പറൊക്കെ പോലെ തന്നെ അത് ഒരു സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ. പക്ഷെ അത് അലിഞ്ഞ് ചേരില്ല. പക്ഷെ ഇതാണെങ്കിൽ കൃത്യമായിട്ട് അലിഞ്ഞ് ചേരും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കൊടുങ്ങല്ലൂരിൻ്റെ കക്കിരിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കക്കിരി ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. ഉത്തമച്ചേട്ടൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഒന്ന് കുടിച്ച് നോക്കി ടേസ്റ്റ് പറയാം. നിങ്ങളെല്ലാവരും ഇത് നിങ്ങളെ വീടുകളിൽ ട്രൈ ചെയ്യണം. അപ്പോൾ ഇവിടെ കക്കിരി ഈ കൊടുങ്ങല്ലൂരത്തെ കക്കിരി വേണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് വരുന്നുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂരിലെ ഇടവിലങ്ങ് സൊസൈറ്റി എന്ന് പറയും. സൊസൈറ്റിയുടെ അവിടെയാണ് ഉത്തമച്ചേട്ടൻ്റെ പാടമുള്ളത്. സൊസൈറ്റിയുടെ തൊട്ട് റോഡ് സൈഡിൽ തന്നെയാണ് ഉത്തമച്ചേട്ടൻ്റെ പാടമുള്ളത്. അവിടെ ആവശ്യാനുസരണം കക്കിരി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഇവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്കായിട്ട് ഇവിടെ നിന്ന് കയറ്റി പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ 2 സ്ഥലത്ത് ഔട്ട്ലെറ്റ് ഇതിൻ്റെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി അടിച്ച് നോക്കാം. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒന്ന് കുടിച്ച് നോക്കുക. നമ്മളെ കൂടെ കുറേ പേരുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പിന്നെ എല്ലാവരും കുടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ അനുഭവമൊക്കെ ഒന്ന് പറയട്ടെ. ഇതാണ് നമ്മുടെ
സ്പെഷ്യൽ കക്കിരി ജ്യൂസ് കേട്ടോ, സൂപ്പർ കക്കിരി ജ്യൂസ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കുടിച്ചു നോക്കാൻ പോട്ടോ. ഓക്കെ, കുടിച്ചു നോക്കോ. സൂപ്പറാണ്, സൂപ്പറുണ്ട്, അടിപൊളി, സൂപ്പർട്ടാ. നമ്മൾ ഇപ്പോൾ ഈ കൊടുങ്ങല്ലൂർ കക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നേരത്തെ. നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൃഷി തന്നെയാണിത്. കാരണം ചിലർ വീട്ടുമുറ്റത്ത് ചെറിയൊരു 5 സെൻറ്റ് ആയാലും ഇപ്പോൾ ടെറസിൻ്റെ മുകളിലായാലും എല്ലാ ഭാഗത്തും ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ്. കാരണം നമ്മളൊരു നവംബർ മാസത്തിൽ തുലാവർഷം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നല്ല മഞ്ഞും ഉണ്ടാവും ആ സമയത്ത്. അപ്പോൾ നിലമൊക്കെ ഒരുക്കി അടിവളമൊക്കെ ഇട്ട് നല്ല കുരു മുളപ്പിച്ചിട്ട് കുത്തണം. ആദ്യം മുളയ്ക്കുന്നതിന് മുമ്പ് കുത്തരുത്. കുരു മുളപ്പിച്ച് വെള്ളത്തിലിട്ടിട്ട് 4-5 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് മുളപ്പിച്ചതിന് ശേഷം വെള്ളത്തിലിട്ട് തുണി കെട്ടി വെച്ച് മുളപ്പിക്കാം. മുളപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ നെല്ല് ഒരുക്കിയതിന് ശേഷം കുരു കുത്താം. മുള പൊട്ടിയതിന് ശേഷം കുത്താം. കുത്തി ഒരു 10-15 ദിവസം കഴിഞ്ഞാൽ ശരിക്കും ഒരു 5-6 ഇല വന്നു കഴിഞ്ഞാൽ മണ്ണൊക്കെ സൈഡൊക്കെ വൃത്തിയാക്കി മണ്ണൊക്കെ ഇറക്കി ചെറിയൊരു വളം വേണമെങ്കിൽ ഇടാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല. അടിവളം നേരത്തെ ഉള്ളതിൻ്റെ വലിയ പ്രശ്നം വരില്ല. കാരണം വെച്ചാൽ നിലവിൽ ഒരു 40 ദിവസം കൊണ്ടാവുന്ന പറയുമ്പോൾ ഈ കൂടുതൽ വളം എടുക്കേണ്ട ഒരു സംഭവം വരുന്നില്ല. അപ്പോൾ നിലവിൽ ഉള്ള വളം തന്നെ മതിയാവും. നല്ല വെയിലും നല്ല മഞ്ഞും, വെള്ളം അധികം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ സാധനം വളരെ സോഫ്റ്റാണ്. വേര് അത് കേടായി പോവും. അതില്ലാത്ത രീതിയിൽ ചെയ്യണം. വെള്ളമില്ല പരമാവധി നമുക്ക് കണ്ടറിയാലോ, മണ്ണ് ഡ്രൈ ആയി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഇത് ഒഴിച്ചു കൊടുത്താൽ മതി, അധികം ചെയ്യരുത്. അപ്പോൾ ഈ മഞ്ഞും വെയിലും മാത്രം പ്രകൃതിയിൽ മാത്രം ഉണ്ടാകുന്ന സാധനം തന്നെയാണ് ഒരു തർക്കമില്ല അതിൽ. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത്രയും വർഷങ്ങളായിട്ട് ഒരു 2-3 വർഷമായി ഇപ്പം വെള്ളം ഈ ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച മാത്രം ഒഴിക്കുകയുള്ളൂ. അതിന് ശേഷം ഞാൻ വെള്ളം തൊടൂല. അപ്പോൾ ശരിക്കും ഈ പടർന്നു കഴിഞ്ഞാൽ കക്കിരിയെ സംബന്ധിച്ച് പറഞ്ഞാൽ കായ് വിരിഞ്ഞ് കഴിഞ്ഞാൽ ഈ പടർന്നു കഴിഞ്ഞാൽ ഈ വെയിൽ ഈ കക്കിരി തൈക്ക് വലിയ ബാധകം വരില്ല. കാരണം രാത്രിയിലത്തെ മഞ്ഞും പകലത്തെ വെയിലും ആണ് പ്രധാനമായിട്ട് ഇനി വേണ്ടത്. അത് നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ ആ നിലയ്ക്ക് വേറെ ഒന്നും ചെയ്യണ്ട. വെള്ളം അധികം ഒഴിക്കരുത്. ഒഴിച്ച് കഴിഞ്ഞാൽ സാധനം കേടാവും. കായ തന്നെ അടിക്കേട് വരും. വെള്ളം ഒഴിക്കാതെ തന്നെ ചെയ്യാവുന്നൊരു സാധനമാണ്. പ്രകൃതിയിലുണ്ടാവുന്ന സാധനം തന്നെയാണിത്. എല്ലാവർക്കും ഏത് വീട്ടുമുറ്റത്തും ചെയ്യാവുന്നൊരു കൃഷിയാണിത്.